ഇറാനുമായി യുദ്ധം തുടങ്ങി, ബോംബ് വീണു, ഭീഷണികൾ വന്നു. ഡീൽ വേണമെങ്കിൽ എന്റെ നിബന്ധനകൾ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ ട്രംപ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ ഒരു ചെസ് കളി പോലെയാണ്, അവസാനം പരിഹരിക്കപ്പെടും. അല്ല ട്രംപ് സാറേ, ചെസ് കളിയാണെങ്കിൽ ഇത്രയും നാൾ എന്തിനായിരുന്നു ഈ ബോംബും മിസൈലും ഒക്കെ? ലുഡോ കളിച്ചിരുന്നെങ്കിൽ പോരായിരുന്നോ? ഇറാനുമായുള്ള സംഘർഷത്തിൽ ആദ്യം ട്രംപിന്റെ ലൈൻ വളരെ സിമ്പിൾ ആയിരുന്നു: എന്റെ നിബന്ധന അംഗീകരിക്കുക, ഇല്ലെങ്കിൽ ആക്ഷൻ. അങ്ങനെ യുദ്ധം കടുത്തു. പിന്നെ ഞങ്ങൾ ജയിച്ചു, അതിനുശേഷം നെഗോഷിയേഷൻ നടക്കാം. ഇപ്പോൾ പ്രശ്നങ്ങൾ സാധാരണ പോലെ പരിഹരിക്കപ്പെടും. ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം മാത്രം: ട്രംപിന്റെ ഡീൽ എന്നത് ആദ്യം അടിക്കുക, പിന്നെ സംസാരിക്കുക, അവസാനം ഞാനാണ് പ്രശ്നം പരിഹരിച്ചത് എന്ന് പറയുക എന്നൊരു 3 സ്റ്റെപ്പ് ഫോർമുലയാണോ? സാർ, നിങ്ങൾ തന്നെയല്ലേ ആദ്യം ഇതെല്ലാം തുടങ്ങിയത്? തമാശ മാറ്റിവെച്ചാൽ ഇതൊരു സീരിയസ് വിഷയം തന്നെയാണ്. യുദ്ധത്തിന്റെ പ്രതിസന്ധി നേതാക്കൾക്കല്ല, സാധാരണ മനുഷ്യർക്കാണ്. ജീവൻ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരുടെയാണ്. വീടുകൾ തകരുന്നത് സാധാരണക്കാരുടെയാണ്. വിലക്കയറ്റവും ഇന്ധനവിലയും സാമ്പത്തിക പ്രതിസന്ധിയും അനുഭവിക്കുന്നത് ലോകത്തിലെ സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങാനുള്ള ധൈര്യത്തെക്കാൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ബുദ്ധിയാണ് ഒരു നേതാവിന് വേണ്ടത്. യുദ്ധത്തിൽ വിന്നർ എന്ന് പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, പക്ഷേ സമാധാനം ഉണ്ടാക്കുക തന്നെയാണ് യഥാർത്ഥ വിക്ടറി. അതിനാൽ ട്രംപ് സാറേ, ചെസ് കളി തുടരാം, പക്ഷേ ബോർഡിൽ മനുഷ്യരുടെ ജീവിതം വെക്കരുത്. ഇനി യുദ്ധത്തിൽ അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധം തുടങ്ങുമ്പോൾ അമേരിക്ക കരുതിയത് കണക്കും ഞങ്ങളുടെ കയ്യിൽ, ആയുധവും ഞങ്ങളുടെ കയ്യിൽ എന്നായിരുന്നു. പക്ഷേ യുദ്ധം മുന്നോട്ട് പോയപ്പോൾ കണക്കുകൾ കുറച്ചൊക്കെ മാറി. ആദ്യം പറയേണ്ടത് സൈനിക നഷ്ടം തന്നെയാണ്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അമേരിക്കയുടെ സൈനിക താവളങ്ങളും കപ്പലുകളും ഉൾപ്പെടെ വിവിധ സൈനിക ആസ്തികൾക്ക് ആക്രമണ ഭീഷണി നേരിടേണ്ടി വന്നു. രണ്ടാമത്തെ വലിയ നഷ്ടം പണം. യുദ്ധത്തിന് അമേരിക്ക ചെലവഴിക്കുന്നത് കോടികളുടെ ഡോളറാണ്. വിമാനങ്ങൾ പറത്തണം, മിസൈലുകൾ വിക്ഷേപിക്കണം, സൈനികരെ വിന്യസിക്കണം. അതായത് യുദ്ധം നീളുന്തോറും അമേരിക്കയുടെ യുദ്ധച്ചെലവും കുതിക്കുകയാണ്. മൂന്നാമത്തത് സാമ്പത്തിക പ്രത്യാഘാതം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ശക്തമായാൽ എണ്ണവില ഉയരാം, ഗതാഗത ചെലവ് കൂടും, ആഗോള വിപണികളിൽ അനിശ്ചിതത്വം വർദ്ധിക്കും. അതിനൊപ്പം അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്കും തിരിച്ചടി ഉണ്ടാകാം. ലോകത്ത് സൂപ്പർ പവർ എന്ന ഇമേജുള്ള അമേരിക്കയ്ക്ക് ഒരു യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നാൽ അത് സൈനിക ശക്തിയുടെ മാത്രമല്ല, രാഷ്ട്രീയ ശക്തിയുടെയും പരീക്ഷണമായി മാറും. പിന്നെ മറ്റൊരു പ്രശ്നം സഖ്യരാജ്യങ്ങളുടെ സുരക്ഷ. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും സഖ്യരാജ്യങ്ങളും ആക്രമണ ഭീഷണിയിലായാൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും അമേരിക്കയുടെ തലയിലാകും. അങ്ങനെ നോക്കുമ്പോൾ യുദ്ധത്തിൽ തോക്കുമ്പോൾ മാത്രം വെടിയുതിർക്കുന്നില്ല, പണവും പോകും, സൈനികരും പോകും, സാമ്പത്തിക സ്ഥിരതയും പോകും, ഒടുവിൽ രാഷ്ട്രീയ പിന്തുണ പോലും പോകാം. അതുകൊണ്ട് യുദ്ധത്തിന്റെ യഥാർത്ഥ നഷ്ടം ആരാണ് എത്ര മിസൈൽ വിട്ടത് എന്ന കണക്കിൽ മാത്രം തീരുന്നില്ല. യുദ്ധം ജയിച്ചാലും അതിന് കൊടുക്കേണ്ട വില എത്രയായിരുന്നു എന്നതാണ് യഥാർത്ഥ ചോദ്യം.